നമസ്കാരം. എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. മനുഷ്യന്റെ സഹജവാസനകളിൽ ഒന്നാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് വളരെ ശക്തവുമാണ്. എന്നാൽ നമ്മുടെയൊക്കെ സാമൂഹിക രീതി അനുസരിച്ച് ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് വിവാഹം വരെ കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരിക്കും. വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് പ്രീ മാരേജ് കോഴ്സുകളൊക്കെ തന്നെയും ലഭ്യമാണ്. എങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ചോദിക്കാനുള്ളൊരു മടി കൊണ്ട് അല്ലെങ്കിൽ നാണക്കേട് കൊണ്ട് ലൈംഗികപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാറില്ല. അപ്പോൾ അതെല്ലാം മനസ്സിൽ ആശങ്കയായിട്ട് നമുക്ക് ഉടലെടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് അതല്ലെങ്കിൽ നവദമ്പതികൾക്കൊക്കെ ഉണ്ടാവുന്ന ലൈംഗികപരമായിട്ടുള്ള കുറച്ച് സംശയങ്ങളാണ്. ആ സംശയങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികത എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഇതിനു മുന്നേ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കാറൊക്കെ ആവുമ്പോഴേക്കുമുള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് ആദ്യരാത്രി. ആദ്യരാത്രിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ആദ്യരാത്രി? ആദ്യരാത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം. ഇനി വിവാഹത്തിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ലൈംഗികതയെക്കുറിച്ചൊരു പേടിയുണ്ട്, അതായത് ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു പേടിയോ ഉത്കണ്ഠയോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു ഡോക്ടറിനോട് തുറന്ന് സംസാരിക്കുകയും കൃത്യമായിട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുകയും ചെയ്യാം. എന്താണ് ഫോർപ്ലേ? ഫോർപ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഫോർപ്ലേയുടെ പ്രാധാന്യം എന്താണ്? അതേപോലെ തന്നെ എന്താണ് ആഫ്റ്റർ പ്ലേ? ആഫ്റ്റർ പ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? അതിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ലൈംഗികതയിൽ ശുചിത്വത്തിനുള്ള പ്രാധാന്യം മറന്നു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് വ്യക്തി ശുചിത്വം ആദ്യം മുതൽക്കേ തന്നെ പാലിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിലോട്ടൊക്കെ കടക്കുമ്പോൾ നിർബന്ധമായിട്ടും ലൈംഗികപരമായ ശുചിത്വം പാലിക്കേണ്ടതാണ്. എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും ലൈംഗികപരമായ ശുചിത്വം പാലിക്കേണ്ട എന്നതിനെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും രതിമൂർച്ച രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ സ്ത്രീ എങ്ങനെയാണ് രതിമൂർച്ചയിൽ എത്തിക്കേണ്ടത്, പുരുഷൻ എങ്ങനെയാണ് രതിമൂർച്ച ഉണ്ടാവുന്നത്, രതിമൂർച്ചയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് രതിമൂർച്ച കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കണം. പണ്ടത്തെ പോലെയല്ല, യുവതലമുറകൾക്ക് തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതായത് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം. ലൈംഗിക താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, സ്വയം എന്താണ് ലൈംഗികതയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പങ്കാളി എന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്താണ് ചെയ്തു നൽകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥയും അടുപ്പവും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ പങ്കാളിക്ക് ലൈംഗികപരമായിട്ട് അടുക്കുവാന് കുറച്ച് സമയവും സാവകാശവും ഒക്കെ ആവശ്യമായി വന്നേക്കാം. അത്തരത്തിലുള്ളൊരു സാഹചര്യം നിങ്ങൾ നേരിടേണ്ടി വന്നാൽ കളിയാക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ പൂർണ്ണമായും പിന്തുണ നൽകുകയും ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറിന്റെ സഹായവും തേടാവുന്നതാണ്. നവദമ്പതികൾക്ക് ലൈംഗികപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ലൈംഗിക ബന്ധത്തിനിടയിൽ ലൈംഗികപരമായി പങ്കാളിക്ക് നിർദ്ദേശം നൽകുന്നതും നല്ല ലൈംഗിക ജീവിതത്തിന് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം എങ്ങനെയാണ് എന്ന് രണ്ടുപേരും അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഹോർമോണിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ വരും. ആർത്തവ സമയത്ത് ഒരു സ്വഭാവമായിരിക്കാം, ആർത്തവത്തിന് മുൻപ് അതിനുശേഷം ഒക്കെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം കാണും. ഇത് സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. സ്ത്രീ ആണെങ്കിലും മനസ്സിലാക്കുക, ഇത് പ്രായപൂർത്തിയായ എല്ലാ പെൺകുട്ടികളിലും ഉണ്ടാവുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ എന്നിൽ ഉണ്ടാകും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങളുടെ കൂടെ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടി ഉണ്ടാവുന്നത് എങ്ങനെയാണ്. സയന്റിഫിക്കലി ഉള്ള ഡെഫിനിഷൻ അല്ല നമുക്ക് വേണ്ടത്. കുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രക്രിയയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് രണ്ടുപേർക്കും ധാരണയുണ്ടായിരിക്കണം.
അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും കൃത്യമായതും ശരിയായതുമായിട്ടുള്ള ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ലൈംഗിക ജീവിതം സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.